ഹലോ ഹായ്, ഇന്ന് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് സൂപ്പറാണ്. നമുക്ക് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. മോര് രണ്ട് വിധത്തിലുണ്ടാക്കാം. ഒന്ന് നമുക്ക് തേങ്ങ അരച്ചുണ്ടാക്കാം, ഒന്ന് തേങ്ങ അരയ്ക്കാതെ. ഞാനിവിടെ തേങ്ങ അരയ്ക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. വൃത്തിയായിട്ട് സൂക്ഷിക്കണം, വൃത്തിയായിട്ട് അടച്ച് സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ വെച്ചാലും നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് കടുകും ഉലുവയും ജീരകവുമാണ് നമ്മൾ കടുക് വറുക്കാൻ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉലുവയും ഇട്ട് കൊടുക്കാം. കടുകിനും ഉലുവയ്ക്കും ഏകദേശം വറവ് ഒരേപോലെയൊക്കെയാണ്. രണ്ടും കൂടെ ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജീരകം ഇടുമ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഉലുവയും കടുകും നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് ജീരകം ഇട്ട് കൊടുക്കുക. കാരണം ജീരകം തിന്നല്ലേ, പെട്ടെന്നത് കരിഞ്ഞു പോവേ. അതുകൊണ്ട് ജീരകം ഏറ്റവും അവസാനം ഇടുക, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്കും ബാക്കി നമ്മൾ വറവിട്ട് കൊടുക്കുക. വറവിനായി നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയാണ്. 2-3 ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കുക. 2 പച്ചമുളക് അത് രണ്ടായിട്ട് കീറിയിടുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതിയാകും കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് സോൾട്ടാവട്ടെ എണ്ണയിൽ കിടന്ന്. കൂടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതിയേ. ഞാനിങ്ങനെ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഏതൊരു കറിയുടെയും രുചി വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശരിക്കും ഈ വറവിടുന്നത്. അപ്പോൾ നമ്മൾ ആ വറവ് കറക്റ്റ് അല്ലെങ്കിൽ ആ കറിയേ കുളവായി പോകും. അതുകൊണ്ട് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് സമയത്തെ കാര്യം, 5 മിനിറ്റ് മതിയല്ലോ. ആ സമയം നമ്മളൊന്ന് നന്നായി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വറ്റൽമുളകിൻ്റെ കളർ അല്ലെങ്കിൽ വറ്റൽമുളക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ കൂടെ നമുക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് ആ കറികൾക്കകത്തൊക്കെ വറ്റൽമുളക് കിടക്കുന്നതാണ് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വറ്റൽമുളകും ആഡ് ചെയ്യും. ഇത് കൂടാതെ നമ്മൾ മഞ്ഞൾപ്പൊടിയും വറ്റൽമുളകിൻ്റെ പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും വളരെ മിനിമലായിട്ടാണ് ഉപയോഗിക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ മഞ്ഞ നിറമുള്ള മോരായതുകൊണ്ട് ഒരുപാട് മഞ്ഞ നിറമൊന്നും വേണ്ട. മഞ്ഞൾ ഒരുപാട് ചേർക്കണ്ട. മഞ്ഞൾ ഒരുപാട് ചേർത്താൽ ഒരു ചുവ വരും. അതുകൊണ്ട് ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി. അത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വറവൊന്നും ഇനിയില്ല, കാരണം ഓൾറെഡി തിളച്ച് കിടക്കുന്ന എണ്ണയില്ലേ. അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ശരിക്കും നമ്മളൊരു ഫോർക്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ വറവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലെയിം ഏറ്റവും ലോ ആയിരിക്കണേ. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഈ തവി ഒന്ന് പൊക്കി നോക്കുക. അതിലൂടെ ആവി വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആവി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മോരുകറി റെഡിയായി. മോരുകറി നന്നായി തണുത്ത ശേഷം മാത്രം ഉപ്പ് ചേർക്കാം, ഇല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തണുത്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കുപ്പികളിലോ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലോ ഒഴിച്ചു വയ്ക്കാം. അലുമിനിയം പാത്രങ്ങളിൽ ഒഴിച്ച് വയ്ക്കരുതേ. ഇത് നമുക്ക് 2-3-4 ദിവസം ഉപയോഗിക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്